do not subscribe to their political system and believe they are aliens, they are foreigners, and they make prison camps for them. They have already made in Guwahati, in Assam. So he was writing some very powerful poetry about what else? About his life, being a Devdasi. And he was assaulted by some right-wing fellows who said, if you write any more about your past, we will cut off your fingers. So, The Heart of Truth, translated from the Kannada by Ali Ehsan and Aniruddha Nagaraj. പ്രകൃതി സ്രോതസ്സുകളും ഇല്ലാതാവും എന്നുള്ളൊരു ജാഗ്രത ചില നഷ്ടബോധം പകരുന്ന കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ശ്രമം കൂടിയായിരുന്നു ആ നോവല്. അപ്പം ആ ഒരു നഷ്ടബോധം എന്തെങ്കിലും തരത്തിലുള്ളൊരു വേവലാതി വായനക്കാരിൽ ജനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം. ഒരു വളരെ പ്രശസ്തമായ ഒരു നോവലുണ്ട്, ഒരു ക്ലാസിക് നോവല്, ജോൺ സ്റ്റീൻബെക്കിൻ്റെ ഗ്രേപ്സ് ഓഫ് റോക്ക്, രോഷത്തിൻ്റെ മുന്തിരിക്കുലകൾ എന്ന പേരിലുള്ള ഒരു നോവല്. ആ നോവലില് ബാങ്കുകൾ കർഷകർക്ക് കടം കൊടുത്ത് ഒടുവിൽ അവരുടെ കയ്യിൽ നിന്നുള്ള ഭൂമി കൈവശപ്പെടുത്തുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു അർത്ഥം കൂടി ആ വാക്കിനുണ്ട്. അതായത് ഒരു ജീവിയുടെ, ഒരു ജന്തുവിൻ്റെ ഇന്ദ്രിയാവബോധം അല്ലെങ്കിൽ അവൻ്റെ സംവേദനാത്മകമായ അന്തരീക്ഷം എന്നുള്ളൊരർത്ഥം. നമുക്കറിയാം ഓരോ ജീവികൾക്കും ഇന്ദ്രിയാവബോധം. കറവ പശുവിന്റെ അകിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പാല് കിട്ടില്ല, ചോര മാത്രമേ കിട്ടൂ. ഭൂമി നമ്മുടേതല്ല, നാം ഭൂമിയുടേതാണ് എന്ന് സിയാറ്റിൽ മൂപ്പൻ പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആര് പറഞ്ഞിട്ടുണ്ട്? തൊണ്ടച്ചെന്തിയും പറഞ്ഞിട്ടുണ്ട്. ഒരു കുന്ന് I'm quite hesitant to use any labels. If I use one, I would say I'm a wildlife enthusiast, and I happen to write this book called The Life of Wildlife Things. The book is the story of my life over the last 7-8 years that I've spent volunteering for a lot of wildlife work across the country as a teenager.